Hi everyone, Business Buzz ന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ Meesho സെല്ലിംഗ് സീരീസിന്റെ ഭാഗമായി ചെയ്യുന്ന വീഡിയോ ആണ്. Meesho സെല്ലർ ആവുന്നതിനെ കുറിച്ചിട്ടുള്ള വീഡിയോസ് നമ്മളൊരു പ്ലേലിസ്റ്റ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കാം. അറിയാത്തവർക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ പ്രൊഡക്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ Meeshoയിൽ സെൽ ചെയ്ത് വിൽക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ മീഷോയിൽ നമ്മൾ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോക്ക് അവൈലബിലിറ്റി കറക്റ്റ് റെഗുലർ ആയിട്ട് തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ കയ്യിലുള്ള പ്രൊഡക്റ്റിൻ്റെ സ്റ്റോക്ക് എക്സോസ്റ്റ് ആവുകയും നമ്മളത് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കതിന് ഓർഡേഴ്സ് വന്നു കഴിഞ്ഞാൽ മീഷോയിൽ നമുക്ക് ക്യാൻസലേഷൻ ചാർജസ് പേ ചെയ്യേണ്ടതായിട്ട് വരും. അതിൻ്റെ പെനാൽറ്റി കാര്യങ്ങളെല്ലാം നമ്മൾ പേ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മളെപ്പോഴും റെഗുലറായിട്ട് തന്നെ സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ കുറച്ച് ലിസ്റ്റിങ്സ് മാത്രമേ മീഷോയിൽ ചെയ്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ സിംഗിൾ ആയിട്ട് നിങ്ങൾക്ക് ഈ സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതല്ല നിങ്ങൾ ഒരുപാട് പ്രൊഡക്ട്സ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് മീഷോയിൽ എന്നുണ്ടെങ്കിൽ ബൾക്കായിട്ട് നമുക്കിതെങ്ങനെ സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്യാം എന്നുള്ളതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇത് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് മീഷോ ഡാഷ്ബോർഡിൽ നിങ്ങൾ വരാം. അതിനുശേഷം ഇൻവെൻട്രി ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആക്റ്റീവ് ആയിട്ടുള്ള ലിസ്റ്റിങ്സ് ഏതൊക്കെയാണ്, ആക്ടിവേഷൻ പെൻഡിങ്ങിൽ കിടക്കുന്നത് ഏതാണ്, ഇനി മീഷോ ബ്ലോക്ക് ചെയ്തിട്ടുള്ള ലിസ്റ്റിങ്സ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഏതൊക്കെയാണ്, പോസ് ചെയ്തിട്ടുള്ള ലിസ്റ്റിങ്സ് ഏതൊക്കെയാണെന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആക്റ്റീവ് ആയിട്ടുള്ളത് തന്നെ കംപ്ലീറ്റ്ലി സ്റ്റോക്ക് ഉള്ളതും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുള്ളതും ലോ സ്റ്റോക്ക് ആയിട്ടുള്ളതും, അതായത് ഒരു 5 യൂണിറ്റോ അല്ലെങ്കിൽ കുറച്ച് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവാനായിട്ട് പോകുന്ന സ്റ്റോക്ക് കുറവുള്ള പ്രൊഡക്ട്സ് ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇത് പോസ്റ്റ് ലിസ്റ്റിങ്സ് എന്ന് പറയുന്നത് ഓൾറെഡി സെല് ചെയ്യുന്ന പ്രൊഡക്ട്സ് നമ്മൾ എന്തെങ്കിലും റീസൺസ് കൊണ്ട് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആക്കി ഇട്ടേക്കാണ് കുറച്ച് കാലത്തേക്ക് എന്നുണ്ടെങ്കിൽ അത് പോസ്റ്റ് സ്റ്റാറ്റസിലേക്ക് വരും. ഇനി നിങ്ങളുടെ ഏതെങ്കിലും കാറ്റലോഗ്സ് മീഷോ തന്നെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബ്ലോക്ക്ഡ് സ്റ്റാറ്റസിൽ കാണിക്കുന്നതാണ്. ഏതെങ്കിലും അപ്രൂവൽ എടുക്കേണ്ട പോലത്തെ പ്രൊഡക്ട്സ് ആണെന്നുണ്ടെങ്കിൽ അത് ആക്ടിവേഷൻ പെൻഡിങ്ങിൽ കാണിക്കുന്നതാണ്. ഇപ്പോൾ നിലവിൽ മീഷോയിലെ ബയേഴ്സിന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ആക്റ്റീവ് ആയിട്ടുള്ള ലൈവ് ആയിട്ടുള്ള ലിസ്റ്റിങ്സ് ആണ് നിങ്ങൾക്ക് ഈ ഒരു ആക്റ്റീവ് സ്റ്റാറ്റസിൽ കാണുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏത് പ്രൊഡക്റ്റിന് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ ഒരു കാറ്റലോഗ് എടുത്തിട്ട് ഇതിന് താഴെ കറണ്ട് സ്റ്റോക്ക് എന്നുള്ളിടത്ത് നിങ്ങൾക്ക് എത്രയാണ് സ്റ്റോക്ക് അവൈലബിലിറ്റി എന്ന് വെച്ചാൽ അത് കാണിച്ച് എൻ്റർ അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് അപ്ഡേറ്റഡ് ദ സ്റ്റോക്ക് എന്ന് പറഞ്ഞ് കാണിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റോക്ക് റീസ്റ്റോക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അത് കാണിക്കാം. ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ 0 വന്ന് കാണിക്കാം. ഇതേപോലെ ഓരോ ലിസ്റ്റിങ്സിനും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ കുറച്ച് പ്രൊഡക്ട്സ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഇതുപോലെ സിംഗിൾ ആയിട്ട് നിങ്ങൾക്ക് സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി അതല്ല ഒരുപാട് ലിസ്റ്റിങ്സ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ഓരോന്നിനും സിംഗിൾ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാമെന്നുള്ളത് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് ബൾക്ക് സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. അതിനായിട്ട് ഇവിടെ ബൾക്ക് സ്റ്റോക്ക് അപ്ഡേറ്റ് എന്നുള്ള ഓപ്ഷൻ അടിക്കാം. അതിനുശേഷം ഇവിടെ ഡൗൺലോഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കാണാം ഇവിടെ ജനറേറ്റിംഗ് ഫയൽ പ്ലീസ് വെയിറ്റ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റോക്ക് എല്ലാം ഒരു ഫയലായിട്ട് മാറിയിട്ടുണ്ടാവും. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഒരു ഫയലിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് നമ്മുടെ അക്കൗണ്ടിലെ കംപ്ലീറ്റ് പ്രൊഡക്ട്സിൻ്റെ ഒരു ലിസ്റ്റ് ലഭിക്കുന്നതാണ്. അതിൻ്റെ സ്റ്റോക്ക് എത്രയാണ് നിലവിൽ മീഷോയിൽ ഉള്ളതെന്ന് വെച്ചാൽ അതും നമുക്ക് ഈ ഒരു കോളം ജെയിൽ കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നമുക്ക് കറണ്ട് സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് കോളം കെയിൽ വന്നിട്ട് അത് കറക്റ്റ് എത്രയാണ് കയ്യിൽ സ്റ്റോക്ക് അവൈലബിലിറ്റി എന്നുള്ളത് നമുക്ക് മെൻഷൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ വേറൊരു ഫയലിൻ്റെ എക്സാമ്പിൾ എടുത്ത് കാണിക്കാം. ഇനി ഇവിടെ കോളം കെയിൽ നമുക്ക് എത്രയാണ് സ്റ്റോക്ക് അവൈലബിലിറ്റി എന്ന് വെച്ചാൽ അത് കാണിക്കാവുന്നതാണ്. അപ്പോൾ നിലവിലിപ്പോൾ എല്ലാ നിങ്ങൾ കാണുന്ന പോലെ മിക്ക പ്രൊഡക്ട്സിനും 1 യൂണിറ്റാണ് നമ്മൾ സ്റ്റോക്ക് അവൈലബിലിറ്റി കാണിച്ചിരിക്കുന്നത്. ഇനി അവൈലബിൾ അല്ലാത്തതിനൊക്കെ 0 കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ 1 ആയിട്ട് തന്നെയാണ് ഇത് കീപ്പ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ചേഞ്ചസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ബ്ലാങ്ക് ആയിട്ട് തന്നെ ആ കോളം ഇടാവുന്നതാണ്. ഇനി അതല്ല ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് 0 കാണിക്കാം. അല്ല ഇനി അഡീഷണലി നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യാം. അതൊക്കെ നമുക്ക് ഈ ഒരു കോളത്തിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ ചില പ്രൊഡക്ട്സ് ഇവിടെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ 0 കാണിക്കുന്നുണ്ട്. ചിലത് ഞാനൊരു 30 യൂണിറ്റ്സിൻ്റെ സ്റ്റോക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പ്രൊഡക്ട്സിൻ്റെ സ്റ്റോക്ക് അവൈലബിലിറ്റി അനുസരിച്ചിട്ട് അതാത് എമൗണ്ട്സ് നിങ്ങൾക്ക് ഈ ഒരു കോളത്തിൽ ഫില്ല് ചെയ്യാവുന്നതാണ്. എല്ലാം സെയിം വേണമെന്നൊന്നും നിർബന്ധമില്ല. ഇവിടെ ഇപ്പോൾ പ്രൊഡക്ട്സിൻ്റെ എല്ലാം അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ എല്ലാം സ്റ്റോക്ക് 30 യൂണിറ്റ്സ് നമ്മൾ കാണിക്കാൻ തീരുമാനിച്ചുകൊണ്ടാണ് സെയിം ആയിട്ടുള്ള സ്റ്റോക്ക് കാണിക്കുന്നത്. പിന്നെ പലപ്പോഴും സെല്ലേഴ്സ് ചോദിക്കുന്ന ഒരു ഡൗട്ടാണ് എത്ര മിനിമം നമ്മൾ എത്ര സ്റ്റോക്ക് കീപ്പ് ചെയ്യണം എന്നുള്ളത്. അത് 1 യൂണിറ്റ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് സ്റ്റോക്ക് കാണിക്കാവുന്നതാണ്. അതൊന്നും വിഷയമല്ല. അപ്പോൾ ഈ ഒരു ഫയൽ നിങ്ങൾ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സേവ് ചെയ്യാം. അതിനുശേഷം തിരിച്ച് മീഷോ ഡാഷ്ബോർഡിൽ വന്നിട്ട് ഇവിടെ അപ്ലോഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് അത് ആ ഒരു ഫയൽ നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ സ്റ്റെപ്പ് 2 നമുക്ക് താഴെ കാണാം അപ്ഡേറ്റിംഗ് സ്റ്റോക്ക്
പ്ലീസ് വെയിറ്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഫയൽ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കാണുന്ന പോലെ നമ്മുടെ ഫയൽ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കംപ്ലീറ്റ് പ്രൊഡക്ട്സിൻ്റെ സ്റ്റോക്കും സക്സസ്ഫുള്ളി തന്നെ പ്രോസസ്സ് ആയിട്ടുണ്ട്. ഇതിൽ മെൻഷൻ ചെയ്താൽ നമുക്ക് കാണാം സ്റ്റോക്ക് അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി 51 ഔട്ട് ഓഫ് 51 റോസ് അപ്ഡേറ്റഡ് ആൻഡ് ഫയൽ ഹാസ് 0 എറേഴ്സ് എന്നുള്ളത് അവർ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും എറേഴ്സ് നിങ്ങളുടെ ഫയലിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതവിടെ മെൻഷൻ ചെയ്യപ്പെടും. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യാം നിങ്ങൾക്ക് ആ ഒരു ഫയൽ. എന്നിട്ട് എറർ റെക്ടിഫൈ ചെയ്തതിന് ശേഷം വീണ്ടും അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഫയലിൽ 0 എറേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് പ്രൊഡക്ട്സിൻ്റെ സ്റ്റോക്കും അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ചാനൽ ആദ്യമായിട്ട് കാണാമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.